ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രപതി റഫറൻസിൽ പ്രസിഡൻഷ്യൽ റഫറൻസ് നടത്തിയിരിക്കുന്നു, സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ചില കാര്യങ്ങളിൽ വ്യക്തത വേണം എന്ന വിഷയത്തിൽ ഇപ്പോൾ കെ സ്റ്റാലിൻ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രപതിയെ എതിർക്കണം സുപ്രീം കോടതിയിൽ എന്ന് ഉന്നയിച്ചുകൊണ്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഈ ഗവർണർ മുഖ്യമന്ത്രി പ്രശ്നങ്ങളൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് രാഷ്ട്രീയമായി ഇത്തരത്തിൽ രാഷ്ട്രപതിയെ എതിർത്തുകൊണ്ട് സ്റ്റാലിന് മുന്നോട്ട് വരാൻ കഴിയുന്നത്? ഇത് രാഷ്ട്രപതിയെ എതിർക്കുന്ന നടപടിയോ അതിനുള്ള ആഹ്വാനമോ അല്ല ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതി ഭരണഘടന നൽകുന്ന അധികാരം അവകാശം പ്രയോഗിച്ചുകൊണ്ട് ഒരു റഫറൻസ് നടത്തിയിരിക്കുന്നത്, പ്രസിഡൻഷ്യൽ റഫറൻസ് എന്നാണ് പറയാറുള്ളത്. അത് രാജ്യത്ത് ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല. കേരളത്തിന് പോലും അത് പരിചയമുള്ള വിഷയമാണ്. 57 വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും പലതുമൊക്കെ റഫറൻസ് ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ റഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം സുപ്രീം കോടതി നൽകിയ ഒരു വിധി ആണ്. അതനുസരിച്ച് അതൊരു ഫെഡറൽ പ്രിൻസിപ്പിൾസിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നിയമനിർമ്മാണം നടത്താതെ ഒരു സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഭരിക്കാൻ കഴിയില്ല. ആ നിയമനിർമ്മാണം പൂർത്തിയാകുന്നത് ഗവർണർ അതിൽ ഒപ്പിടുമ്പോഴാണ്. പാർലമെന്റ് ആണെങ്കിൽ അത് രാഷ്ട്രപതി ഒപ്പിടണം. അപ്പൊ അതിനായി കാലതാമസം വരുന്നു, മനഃപൂർവ്വമായി വെച്ച് താമസിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായപ്പോഴാണ് അത് കോടതിയിൽ പോയത്. അതിനാണ് വിധി ഉണ്ടായിരിക്കുന്നത്. ആ വിധിയെ അടിസ്ഥാനമാക്കി രാഷ്ട്രപതി കുറെ സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അത് സുപ്രീം കോടതിക്ക് അതൊരു നിർബന്ധ സ്വഭാവത്തോടെ മറുപടി പറയേണ്ട കാര്യമില്ല. സുപ്രീം കോടതിക്ക് ആ റെഫറൻസ് വേണമെങ്കിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയോധ്യ വന്നപ്പോൾ പ്രസിഡൻഷ്യൽ റെഫറൻസ് സുപ്രീം കോടതി നിഷേധിക്കാനുണ്ടായത്. അതുകൊണ്ട് ഇത് സ്റ്റാലിൻ മുഖ്യമന്ത്രിമാർക്ക് അല്ലെങ്കിൽ തന്നെ സഹ മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്ത് എന്ന് പറയുന്നത് രാഷ്ട്രപതിയെ ആക്രമിക്കുന്നതോ രാഷ്ട്രപതിക്കെതിരായ നടപടിയോ അല്ല. രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങൾ, ഈ റഫറൻസ്, പ്രസിഡൻഷ്യൽ റഫറൻസിൽ അവിടെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ല എന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം, ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുകൂടി വിവേചന അധികാരം രാഷ്ട്രപതിയും ഗവർണർമാരും ഒക്കെ ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി റഫറൻസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും യാഥാർത്ഥ്യമല്ലേ? അതെങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? ഒരു നിയമസഭയുടെയോ മന്ത്രിസഭയുടെയോ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്, 60 മാസം. ഈ കാലയളവിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്ന് വന്നാൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അവിടെ ഏത് സങ്കീർണമായ പ്രശ്നമാണെങ്കിലും, അത് രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതൊക്കെ പരിശോധിക്കുന്നതിനുള്ളത്. ഇത് രാഷ്ട്രപതി തനിച്ചിരുന്നല്ലോ എന്നൊക്കെ പരിശോധിക്കുന്നത്, അതിനുള്ള സംവിധാനം നമ്മുടെ രാഷ്ട്രപതി ഭവനിലുണ്ട്, രാജ്ഭവനുകളിലുമുണ്ട്. ആ സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരം വിനിയോഗിച്ചുകൊണ്ട് തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനൊരു ന്യായമായ ഭരണഘടനയിൽ സമയപരിധി പറയുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തീരുമാനമെടുക്കും എന്ന നിലപാട് ഗവർണർമാരും സ്വീകരിക്കാൻ പാടില്ല, രാഷ്ട്രപതിയും സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ രാഷ്ട്രപതിക്ക് അങ്ങനെ നിലപാടില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് വഖഫ്, ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടതാണ്, വഖഫ് ബില്ല് പാർലമെന്റ് പാസ്സാക്കി അന്ന് രാത്രി ഒപ്പിട്ട് കൊടുത്തില്ലേ, നേരം വെളുക്കാൻ പോലും കാത്തിരുന്നില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയമായ ഒരു വൈരനിര്യാതന നയം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ആ ഏതെങ്കിലും വിഷയം ഇപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ എത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ എന്ത്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ത് എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ആഹ്വാനമാണ് സ്റ്റാലിൻ തന്റെ മുഖ്യമന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്.